ഔഷധ ഗുണമുള്ള മെക്ടേസി കുടുംബത്തിൽപ്പെട്ട പൂച്ചെടികളുടെയും കുറ്റിച്ചെടികളുടെയും ജനുസാണ് യൂക്കാലിപ്സ്. ഈ ജനുസിൽ 700-ലേറെ സസ്യങ്ങളുണ്ട്. ഓസ്ട്രേലിയയിലാണ് യൂക്കാലിപ്സ് മരങ്ങളുടെ മിക്കവാറും സ്പീഷീസുകൾ കാണപ്പെടുന്നത്. യൂക്കാലിപ്സ് ചെടിയുടെ സവിശേഷത, ചരിത്രം, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. ഇതിന്റെ വൈദ്യ ഉപയോഗത്തെക്കുറിച്ചുള്ള വിശദമായ വിവരണം അടുത്ത എപ്പിസോഡായി ഞങ്ങൾ ചെയ്യുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂക്കാലിപ്സ് എന്നത് പ്രത്യേക ഇനം മരങ്ങളും കുറ്റിച്ചെടികളും അടങ്ങിയ സസ്യങ്ങളുടെ ഒരു ജനുസാണ്. ഓസ്ട്രേലിയയിലെ വൃക്ഷ ഇനങ്ങളിൽ പ്രധാന പങ്കും ഈ ഇനത്തിൽപ്പെട്ട ചെടികളാണ്. സുഗന്ധ സസ്യമായ ഇതിന്റെ വ്യതിരിക്തമായ മെന്തോൾ പോലുള്ള മണമാണ് ഇതിനെ അമൂല്യമാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മരങ്ങളിൽ ഒന്നിലധികം യൂക്കാലിപ്സ് ഇനങ്ങളുമുണ്ട്. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ വിശ്വസനീയമായി അളന്ന വൃക്ഷം കാരിനെറ്റ് പോർച്ചുഗലിലെ കോയിംബ്രയിൽ വേൽഡി കേനസിൽ കാണാം. അതായത് അതിന് 72.9 മീറ്റർ ഉയരവും 5.7 മീറ്റർ ചുറ്റളവും ഉണ്ട്. ഉയരമുള്ള വനഭീകരർ മുതൽ ചെറിയ കുറ്റിച്ചെടികൾ വരെ ഈ ഇനത്തിൽ ഉണ്ട്. വ്യത്യസ്ത ഇലകളുടെ ആകൃതിയും പുറംതൊലികളുടെ പാറ്റേണുകളും പല നിറത്തിലുള്ള പൂക്കളുമൊക്കെ ഇതിൽ കാണപ്പെടുന്നു. യൂക്കാലിപ്സ് സംസ്കൃതത്തിൽ ഗന്ധധ്രുവ, സുഗന്ധപത്രം, ഹരിതകർണി എന്നൊക്കെ അറിയപ്പെടുന്നു. തമിഴിൽ കർപ്പൂരമരം എന്നും വിളിക്കപ്പെടുന്നു. ഓസ്ട്രേലിയൻ വനങ്ങളുടെ മുക്കാൽ ഭാഗവും യൂക്കാലിപ്സ് മരങ്ങളാണ്. ഇന്ന് ഇതിന്റെ പല ഇനങ്ങളും കാട്ടുതീയുമായി പൊരുത്തപ്പെട്ടു. ഇതിൽ ചിലതിന് തീക്കു ശേഷം വീണ്ടും മുളയ്ക്കാൻ കഴിയും. മറ്റു ചിലതിന് തീയെ അതിജീവിക്കുന്ന വിത്തുകളും ഉണ്ടായിരിക്കും. ഓസ്ട്രേലിയയുടെ വടക്കുഭാഗത്തുള്ള ദ്വീപുകളിൽ നിന്നുള്ള ചില സ്പീഷീസുകളാണ് ആ ഭൂഖണ്ഡത്തിന് പുറത്തുനിന്ന് കാണപ്പെടുന്ന മറ്റു സ്പീഷീസുകൾ. യൂക്കാലിപ്സ് ഇന്ന് മറ്റു രാജ്യങ്ങളിലെയും തോട്ടങ്ങളിൽ വ്യാപകമായി വളരുന്നു. ഇതിന്റെ അതിവേഗമുള്ള വളർച്ചയും വിലപിടിപ്പുള്ള തടിയുമാണ് അതിന്റെ പ്രധാന കാരണം. പൾപ്പ് വുഡിനും തേൻ ഉൽപാദനത്തിനും അവശ്യ എണ്ണകൾക്കും ഇത് ഉപയോഗിക്കാം. ചില രാജ്യങ്ങളിൽ ഇതിൽ നിന്നുണ്ടാകുന്ന ഉയർന്ന തീപിടുത്തം കാരണം കാട്ടുതീയുടെ അപകട സാധ്യത ഉള്ളതിനാൽ ഇവ നീക്കം ചെയ്തിട്ടുമുണ്ട്. യൂക്കാലിപ്സ് ജനുസിനെ ആദ്യമായി ഔപചാരികമായി നിർവചിച്ചത് 1789 ചാൾസ് ലൂയിസ് എൽ ഹെൻറിയർ റീഡ് ബ്രൂട്ടല്ലെയാണ്. ഇംഗ്ലീഷ് പരിവേഷകനും നാവികനും ഭൂപട നിർമ്മാതാവുമായിരുന്ന ക്യാപ്റ്റൻ ജെയിംസ് ഹുക്കിന്റെ മൂന്നാമത്തെ യാത്രയിൽ 1777 തോട്ടക്കാരനും സസ്യശാസ്ത്രജ്ഞനുമായ ഡേവിഡ് ലെൻസനാണ് ഈ സസ്യത്തിന്റെ മാതൃക ശേഖരിച്ചത്. അദ്ദേഹം ബ്രൂണി ദ്വീപിൽ നിന്ന് ഇത് ശേഖരിച്ച് അക്കാലത്ത് ലണ്ടനിൽ ജോലി ചെയ്തിരുന്ന ഡി ബ്രൂട്ടൻസിന് അയച്ചുകൊടുത്തു. ഈ ചെടി ആദ്യകാല യൂറോപ്യൻ പരിവേഷകരും ശേഖരരും പല സ്ഥലങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ടാവാം. എങ്കിലും 1770 ക്യാപ്റ്റൻ ജെയിംസ് കുക്കിനൊപ്പം ബൊട്ടാണിക്കൽ ബേസിൽ ജോസഫ് ബാൻസും ഡാനിയൽ സലാൻഡറും എത്തുന്നതുവരെ ബൊട്ടാണിക്കൽ ശേഖരങ്ങളിൽ ഒന്നും തന്നെ ഇത് ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് ലണ്ടനിൽ ജോലി ചെയ്തിരുന്ന ഫ്രഞ്ച് സസ്യശാസ്ത്രജ്ഞനായ എൽ ഹെറിറ്റർ ആണ് ഇതിനെ യൂക്കാലിപ്സ് ഒബ്ലിഗോ എന്ന് നാമകരണം ചെയ്തത്. ഗ്രീക്ക് പേരുകളായ ഇയു, കാലിപ്റ്റസ് എന്നിവയിൽ നിന്നാണ് അദ്ദേഹം ഈ ജനറിറ്റിക് നാമം ഉണ്ടാക്കിയത്. ഒബ്ലിക്കോ എന്ന പേര് ലാറ്റിൻ ഒബ്ലിക്കോസിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. ചെരിഞ്ഞത് എന്നർത്ഥം വരുന്ന ഒബ്ലിക്കോസ് എന്ന ബൊട്ടാണിക്കൽ പദമാണത്. ഇവയിൽ മിക്കവയും ഓസ്ട്രേലിയയിൽ നിന്നുള്ളവയാണെങ്കിലും ന്യൂഗിനിയയുടെയും ഇന്തോനേഷ്യയുടെയും സമീപ പ്രദേശങ്ങളിൽ വളരെ ചെറിയ അളവിൽ ഇത് കാണപ്പെടുന്നു. ഇതിന്റെ ഒരിനമായ യൂക്കാലിപ്സ് ഡെഗ്ലപ്ത ഫിലിപ്പീൻസിന്റെ വടക്കുവരെ വ്യാപിച്ചു കിടക്കുന്നു. ഓസ്ട്രേലിയയ്ക്ക് പുറത്തു കാണുന്ന 15 സ്പീഷീസുകളിൽ 9 എണ്ണം ഓസ്ട്രേലിയയിൽ ജന്മമെടുത്തതല്ലാത്തതാണ്. അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, മെഡിറ്ററേനിയൻ ബേസിൽ, മിഡിൽ ഈസ്റ്റ്, ചൈന, ഇന്ത്യ ഉപഭൂഖണ്ഡം എന്നിവയുൾപ്പെടെ ഉഷ്ണമേഖല, മിതോഷ്ണമേഖലകളിൽ യൂക്കാലിപ്സിന്റെ ഇനങ്ങൾ വ്യാപകമായി കൃഷി ചെയ്യുന്നു. എന്നിരുന്നാലും മിതോഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഈ മരം നട്ടുപിടിപ്പിക്കാൻ കഴിയുന്ന പരിധി തണുപ്പിനെ ആശ്രയിച്ച് പരിമിതമാണ്. കേരളത്തിൽ മൂന്നാർ, ദേവികുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത് വൻതോതിൽ കൃഷി ചെയ്യുന്നു. കൂടാതെ തെക്കേ ഇന്ത്യയിൽ നീലഗിരി, കർണാടകം തുടങ്ങിയ സ്ഥലങ്ങളിലും ഇത് തഴച്ചു വളരുന്നു. തെക്കുകിഴക്കൻ ഓസ്ട്രേലിയയിലെ നീല പർവ്വതനിരകൾ യൂക്കാലിപ്സ് വൈവിധ്യവൽക്കരണത്തിന്റെ സവിശേഷതയാണ്. ഈ മരങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന അസ്ഥിരമായ ടെർപ്പിനോയിഡുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് അവിടെയുള്ള നീല മൂടൽമഞ്ഞ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ദക്ഷിണ അമേരിക്കയിലെ പാറ്റഗോണിയയിൽ നിന്നുള്ളതാണ് ഏറ്റവും പഴക്കമുള്ള യൂക്കാലിപ്സ് ഫോസിലുകൾ. അവിടെ ഈ ഫോസിലുകൾ എത്തിയത് ഒരുപക്ഷെ ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ ആയിരിക്കാം. അർജന്റീനയിലെ ചെമ്പോട്ട് പ്രവിശ്യയിലെ ഡെൽഹുങ്കോ ഫോർമേഷനുകളിൽ നിന്ന് കണ്ടെത്തിയ ഫോസിലുകൾ ആദ്യകാല ഇയോസിൻ കാലഘട്ടത്തിൽ നിന്നുള്ളതാണ്. ന്യൂസിലാൻഡിലെ മയോസീനിലും ഇതിന്റെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ജനുസ് ഇന്നവിടെ തദ്ദേശീയമായി കാണുന്നില്ല. ആധുനിക ഓസ്ട്രേലിയയിൽ യൂക്കാലി ഇത്രയേറെ പ്രചാരത്തിൽ ഉണ്ടായിരുന്നിട്ടും അവിടെ ഫോസിൽ രേഖകൾ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ ഈ ചെടിയുടെ ആധിപത്യത്തിലേക്കുള്ള ഉയർച്ച ഭൂമിശാസ്ത്രപരമായി സമീപ പ്രതിഭാസമാണെന്ന് കരുതാം.
ന്യൂ സൗത്ത് വെയിൽസിലെ അപ്പർ ലച്ച്ലാൻഡ് താഴ്വരയിൽ ബസാൾട്ടിൽ പൊതിഞ്ഞ 21 ദശലക്ഷം വർഷം പഴക്കമുള്ള ഒരു മരത്തടിയാണ് യൂക്കാലിപ്സിന്റെ ഏറ്റവും പഴക്കം ചെന്ന മൈക്രോഫോസിൽ. മറ്റു ഫോസിലുകളും കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ പലതും ഒന്നുകിൽ വിശ്വസനീയമല്ലാത്ത കാലപ്പഴക്കമുള്ളതോ അല്ലെങ്കിൽ വിശ്വസനീയമായി തിരിച്ചറിയാൻ കഴിയാത്തതുമാണ്. തെക്കുകിഴക്കൻ ഓസ്ട്രേലിയയിലെ പാലിയോസിൽ മുതൽ ഒലിഗോസിൽ വരെയുള്ള ഫോസിൽ സസ്യജാലങ്ങളിലേക്ക് വിപുലമായ ഗവേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ യൂക്കാലിപ്സ് മാതൃകകൾ കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു. സമയപരിധി കാരണം ഇതിന്റെ നീണ്ട കാല ചരിത്രങ്ങളിലേക്ക് പോയി അധികം പഠനം ഞങ്ങൾ നടത്തുന്നില്ല. പക്ഷേ 35 മുതൽ 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ ഈ യൂക്കാലിപ്സുകൾ ഉത്ഭവിച്ചിരുന്നു. ഓസ്ട്രേലിയയിലെ യൂക്കാലിപ്സിന്റെ ഇപ്പോഴത്തെ ആധിപത്യം അവിടുത്തെ പരിതസ്ഥിതിയിലുള്ള മനുഷ്യന്റെ സ്വാധീനമായിരിക്കാം. ഓസ്ട്രേലിയയിലുടനീളം വ്യത്യസ്ത നിരക്കിലാണ് ഇത് സംഭവിച്ചതെങ്കിലും മനുഷ്യവംശത്തിന്റെ വരവോടെ തീയുടെ ആവശ്യം വർദ്ധിച്ചതായിരിക്കാം ഇതിന്റെ വ്യാപനം ഇത്രയും വർദ്ധിക്കാൻ കാരണം. 1770-ലെ കുക്ക് പരിവേഷണത്തെ തുടർന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇത് എത്തപ്പെട്ടു. പരിവേഷത്തിലെ സസ്യശാസ്ത്രജ്ഞനായ സർ ജോസഫ് ബാങ്ക്സ് ശേഖരിച്ചത് പിന്നീട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് കാലിഫോർണിയ, തെക്കൻ യൂറോപ്പ്, ആഫ്രിക്കയുടെ മധ്യഭാഗങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ വ്യാപിച്ചു. കിഴക്കു ദക്ഷിണേഷ്യ, തെക്കേ അമേരിക്ക, കാലിഫോർണിയ എന്നിവിടങ്ങളിൽ ഇന്ന് ഏകദേശം 250 ഇനം കൃഷി ചെയ്യുന്നുണ്ട്. പോർച്ചുഗലും സ്പെയിനിലും പൾപ്പ് വുഡ് ഉൽപാദനത്തിനായി യൂക്കാലിപ്സ് തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു. സോ മില്ലിംഗ്, പൾപ്പ്, കരി തുടങ്ങി നിരവധി വ്യവസായങ്ങൾക്ക് യൂക്കാലിപ്സ് ഉപയോഗിക്കുന്നു. എന്നാൽ പല രാജ്യങ്ങളിലും വന്യജീവികളുടെ ഭക്ഷണത്തിനും അതിന്റെ സുഖകരമായ സഞ്ചാരത്തിനും ഇത് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിനാൽ പല വന്യമൃഗങ്ങളും ആക്രമണകാരികളായി മാറുകയും പ്രാദേശിക ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഭക്ഷ്യയോഗ്യമല്ലാത്ത സസ്യങ്ങളുടെ വനവൽക്കരണം കാരണം ഇന്ത്യയിലെ ചില ഭൂപ്രദേശങ്ങളും ഇന്ന് ഈ ഭീഷണി നേരിടുന്നുണ്ട്. അവിടെ നാം ചെയ്യേണ്ടത് വന്യജീവികൾക്ക് ആവശ്യമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയും ഇതിന്റെ വംശവർധന നിയന്ത്രിക്കുകയുമാണ്. യൂക്കാലിപ്സ് ഓയിൽ വളരെ ജ്വലിക്കുന്നതും ഈ മരത്തിൽ നിന്നുള്ള നീരാവി തീയിൽ പൊട്ടിത്തെറിക്കുന്നതുമാണ്. മരത്തിന്റെ ഇലകളിലും തണ്ടുകളിലും അടങ്ങിയിരിക്കുന്ന എണ്ണ കാരണം വായുവിലൂടെ കാട്ടുതീ പെട്ടെന്ന് തന്നെ പടരുന്നു. എന്നാൽ യൂക്കാലിപ്സ് അവയുടെ കട്ടിയുള്ള പുറംതൊലിയിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന എപ്പികോർമിക് മുകുളങ്ങളിൽ നിന്നോ ലിഗ്നോട്യൂബറിൽ നിന്നോ സെറോട്ടിസസ് പഴങ്ങൾ ഉൽപ്പാദിക്കുന്നതിലൂടെയോ തീയിൽ നിന്ന് പുനർജീവിക്കുന്നതിനോടൊപ്പം ദീർഘകാല അഗ്നി അതിജീവനവും നേടുന്നു. അതുകൊണ്ട് തന്നെ ഇടതൂർന്ന യൂക്കാലിപ്സ് നടീലുകൾ വിനാശകരമായ തീക്കാറ്റിന് വിധേയമായേക്കാം. 1991-ലെ ഓക്ലാൻഡ് അഗ്നിബാധയ്ക്ക് ഏകദേശം 30 വർഷം മുമ്പ് യൂക്കാലിപ്സ് പ്രദേശത്തെ ഒരു പഠനം മരങ്ങൾക്ക് താഴെയുള്ള മാലിന്യങ്ങൾ വളരെ വേഗത്തിൽ അടിഞ്ഞുകൂടുന്നുവെന്നും പതിവായി നിരീക്ഷിക്കുകയും നീക്കം ചെയ്യണമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ അഗ്നിബാധയിൽ സസ്യജാലങ്ങളുടെ ജ്വലനത്തിലൂടെ പുറത്തുവിട്ട ഊർജത്തിന്റെ 70% യൂക്കാലിപ്സ് മൂലമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കാലിഫോർണിയയിലെ ഒരു നഗരം അവരുടെ യൂക്കാലി മരങ്ങൾ വ്യോമാക്രമണത്തെ പ്രതിരോധിക്കാൻ ഏകദേശം 1/3 ഉയരത്തിൽ വെട്ടിമാറ്റി. അതിന്റെ കാരണം ഈ മരത്തിന്റെ പെട്ടെന്ന് കത്താനുള്ള സവിശേഷതയാണ്. വ്യോമാക്രമണത്തിൽ ഒരു ഷെൽ ഇതിന്റെ ഇലകളിൽ പതിച്ചാൽ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കുമെന്ന് ആ സ്ഥലത്തിന്റെ മേജർ ഒരു പത്ര റിപ്പോർട്ടിൽ പറഞ്ഞു. പൾപ്പ് നിർമ്മിക്കാനുള്ള പൾപ്പ് വുഡിന്റെ ഏറ്റവും നല്ല ഷോർട്ട് ഫൈബർ ഉറവിടമാണ് യൂക്കാലിപ്സ്. കടലാസ് നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരമാണിത്. അതിന്റെ കാരണം ഇതിന്റെ ഫൈബർ നീളം താരതമ്യേന ചെറുതും ഏകീകൃതവുമാണ്. ഇതിന്റെ നാരുകൾ മെലിഞ്ഞതും എന്നാൽ താരതമ്യേന കട്ടിയുള്ളതുമാണ്. ഇത് എല്ലാത്തരം ഫൈബർ യൂണിഫോം പേപ്പറുകൾക്കും ഉയർന്ന ഗുണവും നിലവാരവും നൽകും. ഇതിന്റെ ചെറുതും മെലിഞ്ഞതുമായ നാരുകളുടെ മൃദുത്വവും കാരണം ടിഷ്യൂ പേപ്പറുകൾക്കും ഇത് അനുയോജ്യമാണ്. യൂക്കാലിപ്സ് ഓയിൽ ഇലകളിൽ നിന്ന് വാറ്റിയെടുക്കുന്നതാണ്. ഇത് വൃത്തിയാക്കാനും വ്യാവസായിക ലായകമായും ആന്റിസെപ്റ്റിക്കായും ഡിയോഡറന്റിനും വളരെ ചെറിയ അളവിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രത്യേകിച്ച് മധുരപലഹാരങ്ങളിൽ ചേർക്കാനും ടൂത്ത് പേസ്റ്റ്, ടീകോംസെസ്റ്റന്റുകൾ എന്നിവയിൽ ഉപയോഗിക്കാം. ഇതിന് പ്രാണികളെ അകറ്റുന്ന ഗുണങ്ങളുണ്ട്. കൂടാതെ ചില വാണിജ്യ കൊതുകു നിവാരണികളിൽ ഇത് സജീവ ഘടകമാണ്. അരോമ തെറാപ്പിസ്റ്റുകളും വിവിധ പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളിലും യൂക്കാലിപ്സ് എണ്ണ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അത് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ വിശദമായി പറയുന്നതാണ്. ലോകമെമ്പാടുമുള്ള യൂക്കാലിപ്സ് എണ്ണയുടെ പ്രധാന ഉറവിടം യൂക്കാലിപ്സ് ഗ്ലോബുലസ് എന്ന സ്പീഷീസാണ്. പരമ്പരാഗത ഓസ്ട്രേലിയൻ അബോറിജിനൽ കാറ്റുപകരണമായ ഡിസ്കറി ഡ്യൂസ് നിർമ്മിക്കാൻ അവിടുത്തെ തദ്ദേശവാസികളും അതുകൂടാതെ ടോൺവുഡായും അക്കോസ്റ്റിക് ഗിത്താറുകളുടെ ഫിംഗർ ബോൺ മെറ്റീരിയലായും കാലിഫോർണിയ ആസ്ഥാനമായ ടൈലർ കമ്പനി ഇത് ഉപയോഗിക്കുന്നു. ഈ മരത്തിന്റെ എല്ലാ ഭാഗങ്ങളും സിൽക്ക്, കമ്പിളി പോലുള്ള വസ്ത്രങ്ങളുടെ ചായമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഓസ്ട്രേലിയയിലെ പുറപ്പോക്കിലെ യൂക്കാലിപ്സ് മരങ്ങൾ ഭൂമിക്കടിയിൽ നിന്ന് 10,000 മീറ്റർ ആഴത്തിൽ വേരുകൾ വഴി സ്വർണം വലിച്ചെടുക്കുകയും ഇലകളിലും ശാഖകളിലും കണങ്ങളായി നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഓസ്ട്രേലിയയിലെ സിൻക്രോട്രോണിലെ എക്സ്റേ എലമെന്റൽ ഇമാജിങ്ങിനായുള്ള ഒരു മാജിക് ഡിറ്റക്ടർ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ കൽഗുർലി മേഖലയിൽ നിന്നുള്ള യൂക്കാലിപ്സ് ഇലകളുടെ ഘടനയിൽ സ്വർണത്തിന്റെയും മറ്റു ലോഹങ്ങളുടെയും നിക്ഷേപം വ്യക്തമായി കാണിച്ചു. ഇത് മറ്റു രീതികൾ ഉപയോഗിച്ച് കണ്ടെത്താനാകുമായിരുന്നില്ല. ശരാശരി 8 മൈക്രോമീറ്റർ വീതിയുള്ള മൈക്രോസ്കോപ്പിക് ഇല ബൗണ്ട് നെഗ്ലെറ്റുകൾ
സ്വയം ശേഖരിക്കുന്നത് നമുക്ക് പ്രയോജനമില്ല. പക്ഷേ ഇതിൽ നിന്ന് ഭൂഗർഭ ധാതു കണ്ടെത്തുന്നത് പരിസ്ഥിതിക്ക് ദോഷമായേക്കാം. യൂക്കാലിപ്സുകൾ ട്രാൻസ്പിരേഷൻ പ്രക്രിയയിലൂടെ മണ്ണിൽ നിന്ന് വലിയ അളവിൽ വെള്ളം വലിച്ചെടുക്കുന്നു. ജലവിതാനം താഴ്ത്തുന്നതിനും മണ്ണിലെ ലവണാംശം കുറയ്ക്കുന്നതിനുമായി ഇത് പല സ്ഥലങ്ങളിലും അൾജീരിയ, ലെബനൻ, സിസിലി, യൂറോപ്പിലെ മറ്റിടങ്ങളിലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ ജോർജിയ, കാലിഫോർണിയ എന്ന പ്രദേശങ്ങളിൽ മണ്ണ് വറ്റിച്ചുകൊണ്ട് മലേറിയ കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗമായും ഈ ചെടി ഉപയോഗിക്കുന്നു. ഈ ഡ്രെയിനേജ് കൊതുക് ലാർവകൾക്ക് ആവാസ വ്യവസ്ഥ നൽകുന്ന ചതുപ്പ് നിലകൾ ഇല്ലാതാക്കുന്നു. എന്നാൽ പരിസ്ഥിതിയുമായി കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളെ നശിപ്പിക്കാനും ഇവയ്ക്ക് കഴിയും. ഈ ചെടിയുടെ ഡ്രെയിനേജ് സവിശേഷത മണ്ണിന്റെ ഉപരിതലത്തിൽ മാത്രമായി പരിമിതപ്പെടുന്നതല്ല. ഇതിന്റെ വേരുകൾക്ക് വളരെയധികം നീളമുണ്ട്. സ്ഥലത്തെ ആശ്രയിച്ച് ഭൂഗർഭജലത്തിന്റെ ലെവലിൽ പോലും ഇതിന് എത്താൻ കഴിയും. മണ്ണിന്റെ സ്ഥിരത, മണ്ണൊലിപ്പ് നിയന്ത്രണം, പോഷക സൈക്ലിംഗ് എന്നിവയ്ക്ക് ഈ ചെടി പ്രധാനമാണ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ചെടിയെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങളാണുള്ളത്. ചില സ്ഥലങ്ങളിൽ വ്യാവസായിക ആവശ്യത്തിനും ഔഷധ ആവശ്യത്തിനും തുടങ്ങി ഇതിന്റെ വിവിധ സവിശേഷതകൾ കാരണം കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ചില പ്രദേശങ്ങളിൽ ഒരു അധിനിവേശ സസ്യമായും അപകടകാരിയായ സസ്യങ്ങളുടെ പട്ടികയിലുമൊക്കെ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രസീലാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉൽപാദക രാജ്യം. ഇതിന്റെ വാണിജ്യ വിളവെടുപ്പിനായി ബ്രസീൽ സർക്കാർ ധനസഹായവും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂക്കാലിപ്സ് വൃത്താകൃതിയിലുള്ള തടിയുടെയും പൾപ്പിന്റെയും മുൻനിര കയറ്റുമതിക്കാർ ബ്രസീലിലാണ്. ഇത് ഭക്ഷണം, മരുന്ന്, ആചാരപരമായ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി തദ്ദേശീയരായ ഓസ്ട്രേലിയൻ ജനത ഉപയോഗിച്ചതിന് ഒരു നീണ്ട ചരിത്രമുണ്ട്. ഇന്ന് ഈ തടിക്ക് ധാരാളം ഉപയോഗങ്ങളുണ്ട്. അത് ഇതിനെ സാമ്പത്തിക പ്രാധാന്യമുള്ള ഒരു മരമാക്കി മാറ്റിയിരിക്കുന്നു. ടിബറ്റ്, മാലി, പെറുവിൻ ആൻഡീസ് തുടങ്ങിയ ദരിദ്ര പ്രദേശങ്ങളിൽ ഇതൊരു നാണ്യവിളിയായി മാറിയിരിക്കുന്നു. അവിടെ കാരി, യെല്ലോ ബോക്സ് എന്നീ ഇനങ്ങളാണ് ഏറ്റവും പ്രചാരത്തിലുള്ളത്. ഇവയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച കാരണം പ്രധാന നേട്ടം ഇവയുടെ തടിയാണ്. അവ വേരിൽ നിന്ന് വെട്ടുമാറ്റിയാലും വീണ്ടും കിളിച്ചു വരുന്നു. അലങ്കാരം, തടി, വിറക്, പൾപ്പ് വുഡ് തുടങ്ങി സെല്ലുലോയ്സ് വേർതിരിച്ചെടുക്കൽ വരെ ജൈവ ഇന്ധനങ്ങൾക്കായി നിരവധി വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു. ഇന്ന് ഈ തടിയുടെ മര ഉപയോഗങ്ങൾക്ക് പുറമെ അവശ്യ എണ്ണ, പൂന്തോട്ടങ്ങളിലും ലാൻഡ്സ്കേപ്പുകളിലും ഇത് നൽകുന്ന അലങ്കാര മൂല്യം എന്നിവയ്ക്കായി ലോകമെമ്പാടും കൃഷി ചെയ്യുന്നു. മിക്കവാറും എല്ലാ യൂക്കാലിപ്സും നിത്യഹരിതമാണ്. എന്നാൽ ചില ഉഷ്ണമേഖലാ സ്പീഷീസുകൾക്ക് വരണ്ട സീസണിന്റെ അവസാനത്തിൽ ഇലകൾ നഷ്ടപ്പെടുന്നു. ഇതിന്റെ ഇലകൾ സാധാരണയായി തുകൽ കുന്താകൃതിയിലുള്ളതും പലപ്പോഴും മെഴുക് കോട്ടിങ്ങിൽ പൊതിഞ്ഞതുമാണ്. ഇത് ചെടിയുടെ ജലനഷ്ടം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഈ സസ്യത്തിന്റെ സ്പീഷീസിനെ ആശ്രയിച്ച് നീല കലർന്ന ചാരനിറം മുതൽ കടും പച്ച നിറം വരെയുള്ള വ്യത്യസ്ത നിറത്തിൽ ഇലകൾ കാണപ്പെടുന്നു. ഈ മരത്തിന്റെ പുറന്തൊലി മറ്റു വൃക്ഷങ്ങളിൽ നിന്നും സവിശേഷതയുള്ളതാണ്. ഇളം മരങ്ങളിൽ മിനുസമാർന്നതും വർണ്ണാഭമായതും മുതൽ പരുക്കൻ നാരുകളുള്ളതും പഴയ മരങ്ങളിൽ ആഴത്തിൽ ചരടുകൾ പോലെ കാണപ്പെടുന്നതുമാകാം. ചില സ്പീഷീസുകൾക്ക് നീളമുള്ള സ്ട്രിപ്പുകളായി പുറന്തൊലിയും ഉണ്ട്. ഈ തൊലിക്കുള്ളിൽ മിനുസമാർന്ന പുറംതൊലിയും കിളിച്ചു വരുന്നു. ഇതിന്റെ പൂക്കൾ ചെറുതും വ്യക്തമല്ലാത്തതും കൂട്ടമായോ പൂങ്കുലകളോ ആയാണ് വളർന്നു കാണപ്പെടുന്നത്. ഇവ സാധാരണയായി വെള്ള, ക്രീം അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ളവയാണ്. ഇത് കൂടാതെ ഓപ്പർക്കുലം എന്ന് വിളിക്കപ്പെടുന്ന ഒരു കപ്പ് പോലുള്ള ഘടനയാൽ ഇത് ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇത് വളർന്നു വരുന്ന മുകളങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ പൂക്കൾ ധാരാളം തേനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. പ്രാണികൾ, പക്ഷികൾ, വവ്വാലുകൾ, പോസം എന്നിവ ഉൾപ്പെടെ നിരവധി പരാഗണ ജീവികളുടെ ഭക്ഷണമാണിത്. മിക്ക യൂക്കാലിപ്സുകളും കടുത്ത തണുപ്പിൽ വളരില്ല. ഇത് കാലാവസ്ഥയുടെ ഒരു പരിധിവരെ നന്നായി വളരുന്നു. സാധാരണയായി 15 ഡിഗ്രി സെന്റിഗ്രേഡ് താഴെയുള്ള തണുപ്പിന് ഇതിന് കേടുപാടുകൾ സംഭവിക്കുന്നു. എന്നാൽ ഇതിന്റെ 1-2 സ്പീഷീസുകൾ കഠിനമായ തണുപ്പിനെ അതിജീവിക്കുന്നവയുമാണ്. ഈ ഇനത്തിൽ വിവിധ തരം സ്പീഷീസുകൾ ഉള്ളതിനാൽ പലതരം മണ്ണിലും കാലാവസ്ഥയിലും ഇതിന് അനിയന്ത്രിതമായി വളരാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ pH നില ഓരോ സ്പീഷീസിനെയും പ്രാദേശിക മണ്ണിനെയും ആശ്രയിച്ച് വ്യത്യാസപ്പെടാം. സാധാരണയായി അസിഡിറ്റി മുതൽ ചെറുതായി ക്ഷാരം വരെയുള്ള അവസ്ഥയിലാണ് ഈ ചെടി വളരുന്നത്. 5.5 മുതൽ 7.5 വരെയുള്ള pH ലെവൽ. പൊതുവെ ഹാർഡിയായ അധികം വളപ്രയോഗമൊന്നും ആവശ്യമില്ലാത്ത ചെടിയാണെങ്കിലും ഈ ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും ഓജസ്സിനും ഓരോ മരത്തിന്റെയും സ്പീഷീസിനനുസരിച്ച് വളം ശ്രദ്ധയോടെ പ്രയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. വളം ഇടുന്നതിന് മുമ്പേ മണ്ണിന്റെ പോഷകങ്ങളും pHഉം നിർണ്ണയിക്കാൻ ഒരു മണ്ണ് പരിശോധന നടത്തേണ്ടതാണ്. ഓരോ സ്പീഷീസിനും അനുസരിച്ച് എന്തൊക്കെ പോഷകങ്ങളാണ് കുറവുള്ളതെന്നും മണ്ണിന്റെ pHൽ എന്തെല്ലാം ക്രമീകരണങ്ങൾ വരുത്തേണ്ടതെന്നും ഉണ്ടെന്നും മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. കാരണം ധാരാളം സ്പീഷീസുകൾ ചേർന്ന ഒരു ഇനമായതിനാൽ ഓരോ സ്പീഷീസും വ്യത്യസ്ത ആവാസ വ്യവസ്ഥ ഇഷ്ടപ്പെടുന്നവയാണ്. ഈ മരങ്ങൾക്ക് സാധാരണയായി വസന്തകാലത്തോ വേനൽക്കാലത്തിന്റെ തുടക്കത്തിലോ സജീവമായി വളരുമ്പോൾ വളപ്രയോഗം നടത്താം. ഈ ചെടിയുടെ വളർച്ച നിലയ്ക്കുന്ന ഘട്ടത്തിലോ തീവ്രമായ തണുത്ത കാലാവസ്ഥയിലോ വളപ്രയോഗം ഒഴിവാക്കുക. മരങ്ങൾക്കും കുറ്റിച്ചെടികൾക്കും വേണ്ടി പ്രത്യേകം രൂപപ്പെടുത്തിയ സ്ലോ റിലീസ് അല്ലെങ്കിൽ നിയന്ത്രിത റിലീസ് ഫലങ്ങൾ ഉപയോഗിക്കുക. ഈ തരത്തിലുള്ള വളം ദീർഘകാലത്തേക്ക് പോഷകങ്ങളുടെ സ്ഥിരമായ വിതരണം നൽകുന്നു. തന്മൂലം പോഷകങ്ങൾ ചോർന്നു പോകാനുള്ള സാധ്യത കുറയ്ക്കുകയും നല്ല വളർച്ചയും നൽകുന്നു. ഈ മരങ്ങൾക്ക് ഉയർന്ന നൈട്രജൻ ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് സജീവമായ വളർച്ചയുടെ ഘട്ടത്തിൽ. ആരോഗ്യകരമായ സസ്യവളർച്ചയെ സഹായിക്കുന്നതിന് ഉയർന്ന നൈട്രജൻ കണ്ടന്റുള്ള വളം നൽകുക. ഇതിന്റെ വളർച്ചയ്ക്ക് നൈട്രജൻ അത്യാവശ്യമാണെങ്കിലും ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ മരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും വേരുകളുടെ വികാസത്തിനും പ്രധാനമാണ്. 10ന്റെയോ
20ന്റെയോ ഫോർമുല പോലുള്ള സമീകൃത പോഷകാനുപാതത്തിലുള്ള ഒരു വളം തിരഞ്ഞെടുക്കുക. വളം നൽകുമ്പോൾ മരത്തിന്റെ ട്രിപ്പ് ലൈനിനു ചുറ്റും വളം തുല്യമായി നൽകുക. ഇലയും തണ്ടുമായുള്ള വളത്തിന്റെ സമ്പർക്കം ഒഴിവാക്കുക. വളം നൽകിയതിനു ശേഷം ചെടി നന്നായി നനയ്ക്കുക. വളരുന്ന സീസണിൽ ഉടനീളം വൃക്ഷത്തിന്റെ വളർച്ചയും രൂപവും നിരീക്ഷിക്കുക. പോഷകക്കുറവിന്റെ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ, അതായത് ഇലകളിലെ മഞ്ഞനിറം, വളർച്ചാ മുരടിപ്പ് എന്നിവ, അതിനനുസരിച്ച് വളപ്രയോഗം ക്രമീകരിക്കുക. ഇവയെ ബാധിക്കുന്ന കീടങ്ങൾ യൂക്കാലിപ്സ് ലോങ് ഹോൺ ബൊറർ, സൈലിഡുകൾ, ഇല തിന്നുന്ന വണ്ടുകൾ എന്നിവയാണ്. ഇതിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഫംഗസ് രോഗം, റൂട്ട് ജിയൽ, ഗൾവാസ്പ്, യൂക്കാലിപ്സ് തുരുമ്പ്. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. വിത്ത് മുളപ്പിച്ചും തണ്ടുകൾ വെട്ടിനട്ടും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സ്ആപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവും. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സ്ആപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. യൂക്കാലിപ്സ് മരങ്ങളുടെ വൈദ്യ ഉപയോഗത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ പ്രതിപാദിക്കുന്നതാണ്. യൂക്കാലിപ്സ് ചെടിയുടെ സവിശേഷത, ചരിത്രം, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പുനരുൽപാദനം എന്നിവ അടങ്ങിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെ കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.